അശ്രദ്ധയാണോ അതോ അറിവില്ലായ്മയാണോ കാരണമെന്നറിയില്ല. ഫ്രിഡ്ജിൽ നിന്നും വിഷവാതകം ലീക്ക് ചെയ്ത് ഒരു കുടുംബം ഒന്നാകെ ഇല്ലാതായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ഫ്രിഡ്ജിൽ നിന്നും ഇത്രയും മാരകമായ അപകടമൊക്കെ ഉണ്ടാകുമോ എന്ന് സംശയം തോന്നാം. എന്നാൽ അറിയുക, വർഷങ്ങൾ പഴകിയ ഫ്രിഡ്ജ് ചിലപ്പോൾ അപകടകാരിയായി മാറാം. സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ കൂളിങ്ങിനായി ഉപയോഗിക്കുന്ന ഫ്രിയോൺ വാതകം അപകടകാരിയാണ്. ഫ്രിഡ്ജിന്റെ ക്യാബിനിന്റെ വശങ്ങളിൽ ഇത് നിറച്ചിട്ടുണ്ടാകും. തുറസായ സ്ഥലത്ത് ഇത് അപകടമുണ്ടാക്കില്ല എങ്കിലും അടച്ചിട്ട മുറിയിൽ ഫ്രിയോൺ വാതകം മാരകമായി തീരാമെന്ന് വിദഗ്ധർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്ലോറോഫ്ലൂറോമീഥെയ്ൻ എന്ന ഫ്രിയോൺ ശ്വസിച്ചാൽ ബോധക്ഷയമുണ്ടാകാൻ സാധ്യതയുണ്ട്. പുറത്തുനിന്ന് വായുസഞ്ചാരമില്ലാത്ത അടച്ചിട്ട മുറിയിൽ ഫ്രിയോൺ വാതകം നമ്മുടെ പ്രാണവായുവായ ഓക്സിജനെ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കും. പകരം മാരകമായ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും മുറിയിൽ നിറയും. ഇത് ശ്വസിച്ചാൽ ഉടൻ ബോധം മറയുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്യും. കാലപ്പഴക്കം ചെന്ന ഫ്രിഡ്ജുകൾ പലപ്പോഴും അപകടമുണ്ടാക്കാറുണ്ട്. ഫ്രിഡ്ജിൽ ഉണ്ടാകാവുന്ന ഷോർട്ട് സർക്യൂട്ടുകൾ പലപ്പോഴും തീപിടുത്തമോ പൊട്ടിത്തെറിയോ ഉണ്ടാക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് കാലപ്പഴക്കം ചെന്നതാണെങ്കിൽ അതിന് തണുപ്പ് കുറയുന്നുവെങ്കിൽ സൂക്ഷിക്കുക. ആ ഫ്രിഡ്ജ് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഫ്രിയോൺ വാതകം ഫ്രിഡ്ജിൽ ചെറുതായി ലീക്ക് ചെയ്താലും പലരും സാധാരണ അറിയാറില്ല. എന്നാൽ നിങ്ങളുടെ ഫ്രിഡ്ജിന് ലീക്ക് ഉണ്ടായാൽ അത് തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഇവിടെ എത്നിക് ഹെൽത്ത് വിശദീകരിക്കുന്നു. ഫ്രിഡ്ജിനടുത്ത് നിൽക്കുമ്പോൾ കണ്ണുകളിലും തൊണ്ടയിലും മൂക്കിലും എരിച്ചിൽ അനുഭവപ്പെടുക, തലകറക്കം, ഓർക്കാനം, ഛർദിൽ, ഫ്രിഡ്ജിലെ വെള്ളം പറ്റിയാൽ ചൊറിച്ചിൽ, നീറ്റൽ, കാലിലെ തൊലിക്ക് വീണ്ടുകീറൽ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ ഫ്രിയോൺ വാതകം ലീക്ക് ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജ് ഒരിക്കലും കിടപ്പുമുറിയിലോ അടച്ചിട്ട സ്റ്റോർ റൂമിലോ വയ്ക്കരുത്. ഫ്രിഡ്ജിന് പുറകിലോ വശങ്ങളിലോ വായുസഞ്ചാരമുള്ള ജനലോ ഓപ്പണിങ്ങോ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. മുൻകരുതലുകൾ എപ്പോഴും ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരുപക്ഷെ സംഭവിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതായിരിക്കും. ഈ ഇൻഫർമേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഏവരും ഈ വീഡിയോ ചിത്രം ഷെയർ ചെയ്ത് എല്ലാവരെയും ബോധവൽക്കരിക്കുക. ഇതുപോലുള്ള മരണങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnichealthcode.com.